എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം നമ്മളിന്ന് നേരെ പോകുന്നത് പാലായി ഷട്ടറിനടുത്തേക്കാണ് കേട്ടോ. അവിടെ അത്യാവശ്യം മീനൊക്കെ കിട്ടുന്ന ഏരിയയാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മളെവിടെ പോയാലും മീനടിക്കാത്തൊരു സമയമാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് അനിയനെയും കൊണ്ട് കൂട്ടണം എന്ന് പറഞ്ഞു. അപ്പോൾ നേരെ അങ്ങോട്ടാണ്. നമ്മളവിടെ എത്തുമ്പോൾ മൂപ്പർ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെയും കൂട്ടിയിട്ട് നേരെ നമ്മൾ വിടുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കയ്യൂരും കഴിഞ്ഞ് നേരെ പാലായി ഷട്ടറിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ആ ഒരു സ്ഥലം. അത്യാവശ്യം ഈവനിങ്ങിലായാലും രാവിലെ ആയാലും ഏകദേശം നല്ലൊരു വ്യൂ പോയിൻ്റാണ് ഇവിടെ. നമ്മളിവിടെ ഇതിനു മുമ്പ് ചൂണ്ടിടാൻ വന്നിട്ട് നമുക്ക് 5-6 ചെമ്പല്ലിയും മീനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ വന്നതാണ്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഈ സ്ഥലം ഒന്ന് കാണിച്ചു തരാൻ ഇച്ചിരി കൂടിയാണ് കേട്ടോ. അങ്ങനെ വെച്ചാൽ നമ്മൾ പാലായി ഷട്ടർ ബ്രിഡ്ജിൻ്റെ ഈ കാഴ്ചയാണ് ഈ കാണുന്നത്. ഉപ്പുള്ള സമയത്താണ് ഇത് അടക്കൽ കേട്ടോ. ഉപ്പുള്ള മുകളിലേക്ക് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. കുറേ കൃഷിക്കാരും കുറേ വെള്ളത്തിന് ക്ഷാമമുള്ളവരുണ്ട്. അതുകൊണ്ടാണ് ഇത് കാര്യമായിട്ട് ഈ ഒരു ബ്രിഡ്ജ് ഇവിടെ വന്നത്. അപ്പോൾ ഇതിൻ്റെ നേരെ ഈ പാലത്തിൻ്റെ നേരെ താഴെ വശത്തു നിന്നാണ് കേട്ടോ ചൂണ്ടയുടെ നമ്മുടെ സ്പോട്ട് എന്ന് പറയുന്നത്. ഈ കാണുന്ന ചേട്ടൻ്റെ അടുത്ത് നിന്ന് ഒരു ചായ കുടിക്കാൻ നമ്മൾ തീരുമാനിച്ചത്. അപ്പം നല്ല 2 ചായയും പറഞ്ഞ് അവരുടെ അടുത്ത് കോഴിമുട്ടയുണ്ടായിരുന്നു പുഴുങ്ങിയത്, അതും കൂടെ അടിച്ച് അങ്ങനെ നേരെ നമ്മളെ പാലായി ഷട്ടർ പാലത്തിൻ്റെ നേരെ താഴെ വന്നു കേട്ടോ. ഇതാണ് നമ്മളെ ഫിഷിംഗ് സ്പോട്ട്. സാധാരണയായി ഇവിടെ കുറേ ആൾക്കാർ മീൻ പിടിക്കാനൊക്കെ ഉണ്ടാകാറുണ്ട്. ഇപ്പം മീൻ കിട്ടൽ കുറവായത് കാരണം ആരും ഇല്ല എന്നാണ് ഇവിടെയുള്ള ചേട്ടന്മാർ പറഞ്ഞത് കേട്ടോ. ഏതായാലും നമ്മളേതായാലും കാസ്റ്റിംഗ് തുടങ്ങി. എറിയുക, ചുറ്റുക, എറിയുക, ചുറ്റുക, ഇതന്നെ പരിപാടി കേട്ടോ. ഇപ്പം കുറേ ദിവസമായിട്ട് അവിടെ പോയാലും ഇങ്ങനെ വലിയ മീനൊന്നും കിട്ടുന്നില്ല. ചെറിയ മീനിൻ്റെ ആക്ടിവിറ്റി മാത്രമേ ഇപ്പം കിട്ടുന്നുള്ളൂ. നമുക്ക് ഭാഗ്യമില്ലാത്തതുകൊണ്ടായിരിക്കാം. അപ്പം കാസ്റ്റ് ചെയ്ത് ഏകദേശം വൈകി കേട്ടോ. അപ്പം നമ്മൾ നേരെ തിരിച്ചു. അപ്പോൾ ഇവിടെ കുറേ ആൾ നാട്ടുവർത്താനൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ.